അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27 ശനിയാഴ്ച. നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഇളയ സഹോദരിമാരെയോ പെൺമക്കളെയോ പരസ്യമായി ചുംബിക്കുന്നതെന്ന വിവാദ ചോദ്യവുമായി മധ്യപ്രദേശ് നഗരവികസന മന്ത്രിയും മുതിർന്ന BJP നേതാവുമായ കൈലാഷ് വിജയ്വർഗിയ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് കവലയുടെ നടുവിൽ വെച്ച് അവരുടെ ഇളയ സഹോദരിമാരെ ചുംബിക്കുന്നവരാണെന്നും ഇത് മൂല്യങ്ങളുടെ അഭാവമാണെന്നും ഇവ വിദേശ സംസ്കാരമാണെന്നും അവർ പ്രധാനമന്ത്രിയോട് പോലും മോശമായി സംസാരിക്കുന്നുവെന്നും കൈലാഷ് വിജയ്വർഗിയ പറഞ്ഞു. ഞങ്ങൾ പഴയ സംസ്കാരമുള്ളവരാണെന്നും ഞങ്ങളുടെ സഹോദരിമാരുടെ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ വെള്ളം പോലും കുടിക്കാറില്ലെന്നും എൻ്റെ അമ്മായി താമസിച്ചിരുന്ന ജിരാപൂരിൽ പോകുമ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഒരു കുടം വെള്ളം കൊണ്ടുപോകുമായിരുന്നുവെന്നും വിജയ്വർഗിയ കൂട്ടിച്ചേർത്തു. ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ വീട്ടുകാരെ അവിടെ നിന്ന് ഇറക്കിവിടുന്നത് ശരിയായ കാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളുടെ പരീക്ഷാ സമയങ്ങളിൽ ജപ്തി അടക്കമുള്ള നടപടികളിൽ നിന്ന് ബാങ്കുകൾ പിന്മാറണം. സാമ്പത്തിക ഇടപാട് മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധത എന്നതുകൂടി എല്ലാത്തരം ബാങ്കുകളും പരിഗണിക്കേണ്ടതുണ്ടെന്നും കൊച്ചിയിൽ കേരള ബാങ്ക് സംഘടിപ്പിക്കുന്ന IT കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങളിലും തർക്കങ്ങളിലും തട്ടി എയിംസ് കേരളത്തിന് നഷ്ടപ്പെടുത്തിയ സ്ഥിതി ഉണ്ടാക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എയിംസ് കേരളത്തിന് അവകാശപ്പെട്ടതാണ്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. പദ്ധതി കേന്ദ്ര ധനവകുപ്പിന്റെ പരിഗണനയിലുണ്ടെന്നാണ് അവസാനം അറിയിച്ചതെന്നും രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് ഇനി ഉണ്ടാകേണ്ടതെന്നും വീണ കൊച്ചിയിൽ പറഞ്ഞു. എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ. ഒരുപാട് നാളായി എയിംസിനു വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. എയിംസ് കേരളത്തിന് അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടും നടപ്പായില്ല. അപ്പോഴാണ് മറ്റൊരു കേന്ദ്രമന്ത്രി എയിംസ് ആലപ്പുഴയിൽ അനുവദിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് പറഞ്ഞത്. പ്രഖ്യാപനം നടപ്പാക്കാൻ മുന്നോട്ട് വന്നാൽ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത് കണ്ടെത്തുന്നതിനായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് വിവരം ലഭിച്ചെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു വാഹനത്തിന്റെ ഉടമയായ മാഹിൻ അൻസാരിയുടെ മൊഴിയാണ് നിർണായകമായത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇടനില സംഘത്തിനെതിരെ അന്വേഷണം നടത്തുമെന്നും മാഹിന്റെ ലാൻഡ് റോവർ ഭൂട്ടാനിൽ നിന്ന് നേരിട്ടിറക്കിയത് തന്നെയെന്നും കസ്റ്റംസ് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കോഴിക്കോട് പന്നിയങ്കരയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമല്ലെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകർ ഇൻസ്പെക്ടറെ തടഞ്ഞുവെച്ചു. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ലെന്നും സർവകക്ഷി യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. NSSന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും ഇപ്പോൾ സ്വീകരിച്ചത് ശരിദൂരമെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ച സർക്കാർ അനുകൂല നിലപാടിനെ പ്രതിനിധി സഭായോഗത്തിൽ അംഗങ്ങൾ പിന്തുണച്ചു. ശബരിമല പ്രക്ഷോഭ സമയത്തെ സാഹചര്യം അല്ല നിലവിലെന്നും സുകുമാരൻ നായർ യോഗത്തിൽ വ്യക്തമാക്കി. സമദൂര നയത്തിൽ നിന്ന് ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ലെന്നും മന്നത്ത് പത്മനാഭന്റെ കാലത്തുള്ള നിലപാട് തന്നെയാണ് തുടരുന്നതെന്നും അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധി പങ്കെടുത്തത് സമദൂര നയത്തിൽ നിന്നുള്ള മാറ്റമാണെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ തന്റെ രാഷ്ട്രീയ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിച്ചോട്ടെയെന്നും അത് നേരിട്ടോളാമെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ കപടഭക്തിയിൽ വിശ്വാസമില്ലെന്നും UDFന്റേത് ഉറച്ച മതേതര നിലപാടാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPMന്റേത് പ്രീണന നയമെന്നും സതീശൻ കുറ്റപ്പെടുത്തി. യോഗിയും പിണറായിയും നല്ല കൂട്ടുകാരായി എന്നും സതീശൻ പരിഹസിച്ചു. NSS SNDP നിലപാടിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്നും NSS നിലപാടിൽ UDFന് പരാതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ ചിരി ചിരി ചെറു ചിരി പൊളി പൊളി അടിപൊളി തകതിത്താരോ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള 20 അതിർത്തി ചെക്ക് പോസ്റ്റുകൾ നവീകരിക്കാൻ നടപടി ആരംഭിച്ചു. അനധികൃത മൃഗക്കടത്ത് തടയാനും ഫീസ് ഉയർത്തി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും CCTV നിരീക്ഷണവും രോഗങ്ങളുടെ സ്ക്രീനിങ്ങിനായി ചെക്ക് പോസ്റ്റിൽ ലബോറട്ടറികളും സ്ഥാപിക്കും. ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് പ്രത്യേകം പരിശീലന പരിപാടിയും സംഘടിപ്പിക്കും. പാലക്കാട് ഏലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി പദ്ധതി പ്രദേശം വൃത്തിയാക്കാൻ ഒയാസിസ് കമ്പനി നടപടി തുടങ്ങി. ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് മുന്നോടിയായാണ് കാട് വെട്ടിത്തെളിക്കുന്നതെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. എന്നാൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തുന്നില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജ്ഹംസിന്റെ രാജ്ഭവനിൽ നാളെ നടക്കുന്ന പ്രകാശന ചടങ്ങിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. രാജ്ഭവനിലെ വേദികളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകുമെന്ന നിർബന്ധത്തിൽ നിന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പിൻവാങ്ങി. ഈ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകില്ല. പരിപാടിക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള സന്ദേശവും രാജ്ഭവന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൂടാതെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് തടവുകാരുടെയോ ജയിൽ ജീവനക്കാരുടെയോ സഹായം ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഗോവിന്ദച്ചാമി. കണ്ണൂർ ക്രൈംബ്രാഞ്ച് സംഘം വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തി ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ മറുപടി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട അന്വേഷണം കണ്ണൂർ സിറ്റി പോലീസിൽ നിന്ന് കഴിഞ്ഞ 1-ാം തീയതിയാണ് ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തത്. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ഭാര്യ ആശ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മൊഴി രേഖപ്പെടുത്തൽ തുടരും. പെട്ടെന്ന് മരണത്തിലേക്ക് പോയ കാരണം കണ്ടെത്തണമെന്ന് ആശ ആവശ്യപ്പെട്ടു. രാവിലെ പെട്ടെന്ന് ഷർട്ട് ധരിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയായിരുന്നു അനിലെന്ന് ഇവർ പറഞ്ഞു. സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു. മരണത്തിന് മുൻപ് ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു. മട്ടന്നൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടി. കൂടാളി ചിത്രാരിയിൽ വെച്ചാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ മയക്കുവെടി വെച്ചത്. കാട്ടുപോത്തിനെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റാനാണ് വനംവകുപ്പിന്റെ നീക്കം. ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയിൽ ഭീഷണിയായി ചുറ്റിത്തിരിയുകയായിരുന്നു കാട്ടുപോത്ത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ കേസിൽ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ 1-ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നു. ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ ഇരുവരും തമ്മിൽ അസാധാരണ ബന്ധമുള്ളതായും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. രാജ്യത്ത് BSNLന്റെ 4G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയ്ക്ക് ഊർജ്ജമേകാൻ BSNLന്റെ തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് പ്രധാനമന്ത്രി ഒഡീഷയിൽ ഉദ്ഘാടനം ചെയ്തത്. ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും എത്തിച്ചേർന്നു. ഡെൻമാർക്ക്, സ്വീഡൻ, ദക്ഷിണ കൊറിയ, ചൈന അടക്കമുള്ളവയാണ് ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മറ്റു രാജ്യങ്ങൾ. BSNLന്റെ സിൽവർ ജൂബിലി അടക്കമുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി 97,500 പുതിയ 4G ടവറുകളാണ് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത്. ലഡാക്കിൽ പ്രതിഷേധം തുടരുന്നതിനിടെ സോനം വാങ്ചുകിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ലഡാക്ക് DGP. വാങ്ചുകിന്റെ പ്രസംഗങ്ങൾ പ്രകോപനപരമായെന്നും ഇത് പ്രതിഷേധത്തിലേക്ക് നയിച്ചുവെന്നും ലഡാക്ക് DGP വ്യക്തമാക്കി. വാങ്ചുകിന്റെ സ്ഥാപനത്തിന്റെ നിയമലംഘനം ബോധ്യപ്പെട്ടതിനാലാണ് ലൈസൻസ് റദ്ദാക്കിയത്. വാങ്ചുകിന് പാക് ബന്ധങ്ങളുണ്ടെന്നും കലാപമുണ്ടാക്കുകയായിരുന്നു പ്രതിഷേധക്കാരുടെ ലക്ഷ്യമെന്നും ലഡാക്ക് DGP വ്യക്തമാക്കി.
ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനിനെ പിന്തുണച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത ഇത്തിഹാദ് ഇ മില്ലത്ത് കൗൺസിൽ മേധാവി തൗഖീർ റാസയെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉത്തർപ്രദേശിലെ ബറേലിയയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. ക്യാമ്പയിനിനെ പിന്തുണച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം റാസയിലെ വീടിന് പുറത്ത് ഒരു വലിയ ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തിന് നൽകിയിരുന്ന ചില സേവനങ്ങൾ നിർത്തലാക്കിയതായി അമേരിക്കൻ ടെക് കമ്പനിയായ മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചു. പാലസ്തീനികളെ കൂട്ടത്തോടെ നിരീക്ഷിക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം മൈക്രോസോഫ്റ്റിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. നുണകൾ പറയുന്നതിന് പാകിസ്ഥാൻ നൊബേൽ സമ്മാനം അർഹിക്കുന്നുവെന്ന് ജമ്മു കാശ്മീർ മുൻ DGP SP വായിദ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. നുണകൾ പറയുന്നതിന് ഒരു രാജ്യം നൊബേൽ അർഹിക്കുന്നുവെങ്കിൽ അത് പാകിസ്ഥാനാണെന്നും ഷഹബാസ് ഷെരീഫോ തട്ടിപ്പുകാരനായ സൈനിക മേധാവി അസീം മുനീറോ ആകട്ടെ അവർ നൊബേൽ അർഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. UN ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിന് ഇന്ത്യയുടെ ശക്തമായ മറുപടി. ഷെരീഫിന്റെ പരാമർശങ്ങളെ അസംബന്ധ നാടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ ഒരു നാടകത്തിനും യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാനാവില്ല എന്നും വ്യക്തമാക്കി. മറുപടി പ്രസംഗം നടത്തിയ ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗെഹ്ലോട്ട് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കാതലായ ഭീകരവാദത്തെ വീണ്ടും മഹത്വവൽക്കരിക്കുന്ന കാഴ്ചയാണ് അസംബ്ലിയിൽ കണ്ടതെന്നും വിമർശിച്ചു. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. തുർക്കിയുടെ നിലപാട് ആക്ഷേപാർഹമാണെന്നും കാശ്മീർ വിഷയം ഉഭയകക്ഷി പ്രശ്നമാണെന്നും പുറത്തുനിന്നുള്ള മധ്യസ്ഥതയ്ക്ക് സ്ഥാനമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മധ്യസ്ഥതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അർജന്റീനയിൽ നിന്ന് റെക്കോർഡളവിൽ സോയ ഓയിൽ വാങ്ങി ഇന്ത്യ. കയറ്റുമതി തീരുവകൾ ഒഴിവാക്കാനുള്ള അർജന്റീനയുടെ നിർണായക നീക്കം മുതലെടുത്താണ് ഇന്ത്യയുടെ ഈ വൻകിട ഇടപാട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഏകദേശം 3 ലക്ഷം മെട്രിക് ടൺ സോയ ഓയിലാണ് ഇന്ത്യ വാങ്ങിയത്. 2 ദിവസത്തെ ഇടപാടിൽ ഇത്രയും വലിയ അളവിൽ ഇന്ത്യ സോയ ഓയിൽ വാങ്ങുന്നത് ഇതാദ്യമായാണ്. പാലസ്തീൻ അനുകൂല പ്രകടനത്തിനിടെ നടത്തിയ പ്രകോപനപരമായ നടപടികളുടെ പേരിൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അമേരിക്കൻ സൈനികരെ അനുസരണക്കേട് കാണിക്കാനും ആക്രമണത്തിന് പ്രേരിപ്പിക്കാനും പെട്രോ ശ്രമിച്ചുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിലെ പോസ്റ്റിൽ ആരോപിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.